മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കർമ്മപ്രിയനും കർമ്മഫലപ്രദായിയുമായ ശനി വർഷം 2025 ജൂലൈ 13 മീനം രാശിയിൽ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ വക്രഗതിയിലാകുന്നതാണ്. അതായത് റീട്രോഗ്രേഡ് ആകുന്നതായിരിക്കും. നവംബർ 28 വരെ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഇങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് 2025 ഒക്ടോബർ 3 ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതിയുടെ 4ാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും. വർഷം മുഴുവനും കൃത്യമായി പറഞ്ഞാൽ 2026 ജനുവരി 20 വരെ പൂരുരുട്ടാതിയിൽ തന്നെ സഞ്ചരിക്കുന്നതുമായിരിക്കും. ഇങ്ങനെ ഏകദേശം 138 ദിവസത്തോളം, അതായത് ജൂലൈ 13 മുതൽ നവംബർ 28 വരെ ഏകദേശം 138 ദിവസത്തോളം ശനി റീട്രോഗ്രേഡായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. സൂര്യനും ശനിയും തമ്മിലുള്ള ദൂരം 120 ഡിഗ്രിയിൽ അധികമാകുമ്പോഴാണ് ശനി വക്രഗതിയിലാകുന്നത്. പിന്നീട് സൂര്യനും ശനിയും തമ്മിലുള്ള ദൂരം 120 ഡിഗ്രിയിൽ കുറയുമ്പോൾ ശനി ഡയറക്റ്റ്, അതായത് നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നു എന്നും പറയും. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഈ 138 ദിവസം മിഥുനം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത്. മിഥുനം രാശിക്കാരുടെ 8ഉം 9ഉം ഭാവങ്ങളുടെ അധിപനാണ് ശനി. ഇപ്പോൾ നിൽക്കുന്നതും വക്രഗതിയിലാകുന്നതും 10ാം ഭാവമായ മീനത്തിലാണ്. ശനി 10ൽ നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 10ൽ നിൽക്കുന്ന ശനിയുടെ 3ാം ദൃഷ്ടി പതിക്കുന്നത് 12ാം ഭാവത്തിലും, 7ാം ദൃഷ്ടി 4ാം ഭാവത്തിലും, 10ാം ദൃഷ്ടി 7ാം ഭാവത്തിലുമാണ് പതിക്കുന്നത്. ഭാഗ്യസ്ഥാനാധിപൻ ശനി വക്രഗതിയിലാകുന്നത് ഭാഗ്യസ്ഥിതികളിൽ അല്പം ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. കാര്യങ്ങൾ നടന്നു കിട്ടുമെങ്കിലും ആദ്യം അതിൽ ചില്ലറ തടസ്സങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് യാത്രകളും മറ്റും കൂടുതൽ ചെയ്യേണ്ടി വരും. പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. കരിയറിൻ്റെ സ്ഥാനമായ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി നിങ്ങളെക്കൊണ്ട് കൂടുതൽ പരിശ്രമം ചെയ്യിക്കുന്നതായിരിക്കും. 10ാം ഭാവം കേന്ദ്രസ്ഥാനമാണല്ലോ. ഈ സമയത്ത് കുറച്ച് താമസിച്ചിട്ടായാലും പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ചും ഓഫീസിൽ എല്ലാവരോടും സൗമ്യതയോടെ വേണം പെരുമാറുവാൻ. ഇത് കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. 8ാം ഭാവാധിപൻ 10ൽ നിൽക്കുന്നത് നിങ്ങളെ ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും. ഇൻലോസിൻ്റെ വീട്ടുകാരുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും. ശനിയുടെ 3ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 12ാം ഭാവത്തിലാണ്. ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. വിദേശത്ത് താമസിക്കുന്നവർക്കും അവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ചിലവുകളിൽ വർധനവുണ്ടാകുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അനാവശ്യ ചിലവുകൾ കുറയ്ക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ശനിയുടെ 7ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 4ാം ഭാവത്തിലാണ്. ഇത് സുഖസ്ഥാനമാണ്. 4ാം ഭാവം പ്രോപ്പർട്ടി, ഭൂമി, ഭവനം, ആർഭാട വസ്തുക്കൾ, മാതാവ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം പിന്നീട് ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. അതുപോലെ വീടിൻ്റെയോ വാഹനത്തിൻ്റെയോ ഒക്കെ റിപ്പയറിങ്ങും
അതിനുവേണ്ടി പൈസ ചിലവുകളും ചെയ്യേണ്ടി വരും. മാതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. ശനിയുടെ 10ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 7ാം ഭാവത്തിലാണ്. ഇവിടെ നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ 7ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. ഈ സമയത്ത് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതുമായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് ബിസിനസ്സിൽ നല്ല പ്രോഫിറ്റ് ലഭിക്കുന്നതുമായിരിക്കും. കൂടുതൽ ശനിപ്രീതി ലഭിക്കുന്നതിനായി നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ശുഭകരമായിരിക്കും. ശാസ്താക്ഷേത്രത്തിലും ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലും ദർശനങ്ങളും വഴിപാടുകളും മറ്റും നടത്തുന്നത് ഉപകാരപ്രദമായിരിക്കും. ഈ സമയത്ത് ലഹരി പദാർത്ഥങ്ങൾ, മദ്യം, മാംസം എന്നിവ ഉപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അവശതയുള്ളവർക്കും അർഹതയുള്ളവർക്കും നിങ്ങളാൽ കഴിവുള്ള സഹായം ചെയ്യുന്നത് ശനിപ്രീതി ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ആരെയും വഞ്ചിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ഇതാണ് ശനി റീട്രോഗ്രേഡ് ആകുമ്പോൾ മിഥുനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.